നമസ്കാര. നെയിൽ കാർഡ് കമ്പനി അതിന് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, എങ്ങനെ ലോഗിൻ ചെയ്യണം, എങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യണം, എങ്ങനെ ഐഡിയനെ ആക്റ്റീവ് ചെയ്യണം, എങ്ങനെ റെഫറൽ എടുക്കുക, അത് ഫുള്ള് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുക. ആക്ച്വലി നിങ്ങൾ ജസ്റ്റ് ഐ ഡി നിങ്ങൾ ലിങ്ക് അയക്കൂ, നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾ ലിങ്ക് അയക്കൂ, ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് തന്നെ ക്ലിക്ക് ചെയ്ത ശേഷം ഐ ഡി ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ നെയിം കറക്റ്റ് നെയിം കൊടുത്താൽ മതി, പിന്നെ ഇമെയിൽ നമ്പർ കൊടുത്താൽ മതി, പിന്നെ ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഇവിടെ എഗ്രി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഒരു ഒ ടി പി വരും, ഒരു 4 നമ്പർ ഒ ടി പി വരും. ഒ ടി പി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾ ഐ ഡി രജിസ്റ്റർ ആവും. രജിസ്റ്റർ സക്സസ്ഫുൾ ആവും. സക്സസ്ഫുൾ ആകുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വരും. ഈ മാതിരി ഒരു സ്ക്രീൻഷോട്ട് വരും. ഇത് സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെക്കണം. ഈ മാതിരി സ്ക്രീൻഷോട്ട് വരും. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ നെയിം, ഇമെയിൽ അഡ്രസ്സ്, പിന്നെ യൂസർ നെയിം, നിങ്ങൾ ഐ ഡി നമ്പർ വരും, M6 ഇങ്ങനെ ഐ ഡി നമ്പർ വരും, പിന്നെ പാസ്വേഡ്, ട്രാൻസ്ഫർ പാസ്വേഡ്. ഇതൊരു ബുക്കിൽ എഴുതി വെക്കണില്ല, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഇത് നിങ്ങൾ ഐ ഡി, പാസ്വേഡ്, ഇത് ട്രാൻസ്ഫർ പാസ്വേഡ്, ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താൽ വെച്ചാൽ മതി. ഇത് എടുത്തിട്ട് നെക്സ്റ്റ് ലോഗിൻ എങ്ങനെ ചെയ്യാൻ പറഞ്ഞു തരാം. ഇവിടെ 9 ഇത് ഡോട്ട് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഡാഷ്ബോർഡ് കാണും. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ലോഗിൻ ഉണ്ട്, നോക്ക്. ലോഗിൻ പേജ്, കമ്പനി ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും ഇവിടെ. ഫുള്ള് നോക്കിയാൽ മതി, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഇവിടെ. ഇവിടെ താഴെ ലോഗിൻ ഉണ്ട്. ലോഗിൻ ക്ലിക്ക് ചെയ്താൽ ലോഗിൻ ഓപ്പൺ ആവും. പിന്നെ ഐ ഡി നമ്പർ അടിച്ചിട്ട്, ഇപ്പോൾ ഐ ഡി നമ്പർ ജസ്റ്റ് അടിച്ചാൽ മതി. ഐ ഡി നമ്പർ അടിച്ചിട്ട് പാസ്വേഡ് അടിച്ചാൽ ലോഗിൻ ആവും. ഓട്ടോമാറ്റിക് ആയിട്ട് ലോഗിൻ ആവും. ലോഗിൻ ആയ ശേഷം ഞാൻ പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ಈಗ ലോഗിൻ ആവും. ലോഗിൻ ആയ ശേഷം ഇവിടെ ജസ്റ്റ് ഇവിടെ ഇൻആക്റ്റീവ് എന്ന് കാണിക്കും. ഇത് ആക്ച്വലി ആൾറെഡി ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇൻആക്റ്റീവ് എന്ന് കാണിക്കും. എങ്ങനെ ഐ ഡി ഡിപ്പോസിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു തരാം. ഐ ഡി രജിസ്റ്റർ ആയി. രജിസ്ട്രേഷൻ നിങ്ങൾ ഐ ഡി എങ്ങനെ ആക്റ്റീവ് ഡിപ്പോസിറ്റിംഗ് പറഞ്ഞു തരാം. ഇവിടെ ഡിപ്പോസിറ്റിംഗ് ഉണ്ട്, നോക്ക്. ഈ ഡിപ്പോസിറ്റിംഗ് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കമ്പനി ഇപ്പൊ 780 രൂപ, 780 രൂപ ഐ ഡി ആക്റ്റീവ് ആവശ്യം വേണം. അത് ഇട്ടിട്ട് ഇവിടെ കമ്പനി QR കോഡിൽ പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎമ്മിലോ ഇതിൽ പേയ്മെന്റ് ചെയ്താൽ മതി. പേയ്മെന്റ് ചെയ്തിട്ട് കമ്പനി QR കോഡ് ഇവിടെ ഉണ്ട് നോട്. ഇത് വേണമെങ്കിൽ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ സെൻഡ് ചെയ്യുക. ഇല്ലാന്ന് പറഞ്ഞ് QR കോഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ അവിടെ വരും. ഇപ്പൊ ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ UTR നമ്പർ പിന്നെ ട്രാൻസ്ഫർ നമ്പർ വരും. ഏതിൽ ഒന്ന് UTR നമ്പർ മാത്രം ഇവിടെ ഇട്ടാൽ മതി. നമ്പർ മാത്രം 12 ഡിജിറ്റ് 14 ഡിജിറ്റ് നമ്പർ മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ടൈം ക്ലിക്ക് ചെയ്താൽ, ഡേറ്റ് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് ഇന്നത്തെ ഡേറ്റ് സെലക്ട് ആവും. ടൈം ഇന്നത്തെ എത്ര മണിക്ക് ഞങ്ങൾ എമൗണ്ട് സെൻഡ് ചെയ്ത ആ ടൈം ആൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് കൊടുത്ത് സെറ്റ് ആവും. പിന്നെ ഇവിടെ ഫയലൊന്നും ഇടണ്ട. താഴെ വന്നിട്ട് ഇവിടെ ട്രാൻസ്ഫർ പാസ്വേഡ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു 4 നമ്പർ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫർ പാസ്വേഡ് അത് എപ്പോഴും വേണം, എപ്പോഴും ആവശ്യം ഉണ്ടാവും. അത് ഇവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ മതി. സബ്മിറ്റ് കൊടുത്താൽ ഒരു 5 മിനിറ്റ് ഉള്ളിൽ നിങ്ങൾ വാലറ്റിൽ കാണിക്കും. വാലറ്റിൽ നിങ്ങൾ ഫണ്ട് കയറും. വാലറ്റിൽ ഇവിടെ ആക്റ്റീവ് വാലറ്റിൽ വരും. നിങ്ങൾ ഫണ്ട് എത്ര ഡിപ്പോസിറ്റ് ചെയ്താലും ആക്റ്റീവ് വാലറ്റിൽ ഷോ ആവും. ഈ ഐ ഡി തന്നെ എങ്ങനെ ആക്റ്റീവ് ചെയ്യണം എന്ന് പറഞ്ഞു തരാം. ഇവിടെ നോക്കുക, ആക്റ്റീവ് ഡിപ്പോസിറ്റ് അടുത്ത് ഇവിടെ ആക്റ്റീവ് ഉണ്ട്, നോക്കുക. ഈ ആക്റ്റീവ് എന്ന ബട്ടൺ ക്ലിക്ക് പണിയാൽ മതി. ഇത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾ ബാലൻസ് കാണിക്കൂ. നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്തത് 780 ഇവിടെ കാണിക്കൂ. പിന്നെ നിങ്ങൾ ഐ ഡി നമ്പർ ഇട്ടാൽ മതി. ജസ്റ്റ് ഒരു ഐ ഡി നമ്പർ ഇട്ടാൽ മതി. ഐ ഡി നമ്പർ ഇട്ടിട്ട് ജസ്റ്റ് ഒരു പേര് വരും. ഐ ഡി നമ്പർ ഇടുമ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് പേര് വരും. താഴെ പാക്കേജ് 780 സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്ഫർ ഐ ഡി കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുത്താൽ ഐ ഡി ഒരു നിമിഷം ഉള്ളിൽ ഐ ഡി ആക്റ്റീവ് ആവും. ആക്റ്റീവ് ആകുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. ഇവിടെ ആക്റ്റീവ് എന്ന് പറയും. നിങ്ങളുടെ പേര് താഴെ ഇവിടെ ആക്റ്റീവ് ഉണ്ട്, നോക്ക്. ഈ ആക്റ്റീവ് ഇങ്ങനെ നിങ്ങൾ ഐ ഡി ആക്റ്റീവ് നോക്കാൻ ഇവിടെ ചെയ്താൽ മതി. അല്ലാതെ ഇൻആക്റ്റീവ് കാണിക്കും. ഇത് ആക്റ്റീവ് ആയിട്ടുണ്ട്, ജസ്റ്റ് ആക്റ്റീവ് ആയി. പിന്നെ നിങ്ങൾ റെഫറൽ ലിങ്ക് എങ്ങനെ എടുക്കാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് 9 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ താഴെ വന്നിട്ട് ഷെയർ ഉണ്ട് ബട്ടൺ. ഷെയർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റെഫറൽ ലിങ്ക് കിട്ടും. ലെഫ്റ്റ് റൈറ്റ്, ഒരാൾക്ക് ലെഫ്റ്റ് കൊടുക്കണം, ഒരാൾക്ക് റൈറ്റ് കൊടുക്കണം. ഫസ്റ്റ് ഏതാണ് വരുമ്പോൾ ഒരു റൈറ്റ് കൊടുക്കണം, ലെഫ്റ്റ് കൊടുക്കണം. അങ്ങനെ ഇവിടെ കുറവുണ്ട് അവിടെ കൊടുത്തിട്ട് പോകണം. ലെഫ്റ്റ് റൈറ്റ് ലിങ്ക് കോപ്പി ചെയ്ത് വാട്സപ്പിൽ വെച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇവിടെ പിന്നെ നിങ്ങൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്താൽ മതി. ഇവിടെ പോയിട്ട് അക്കൗണ്ടിൽ പോയിട്ട് മൈ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം കൊടുക്കുക. ഡീറ്റെയിൽസ് ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾ ഷോപ്പിംഗ് അഡ്രസ്സ്, കമ്പനി ഷോപ്പിംഗ് കറക്റ്റായിട്ട് വീട്ട് അഡ്രസ്സ്, ഷോപ്പിംഗ് അഡ്രസ്സ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് കൊടുത്താൽ മതി. പിൻ കോഡ് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾ ആധാർ കാർഡ് നമ്പർ, പിന്നെ പാൻ കാർഡ് നമ്പർ, പിന്നെ നോമിനി അഡ്രസ്സ്, പിന്നെ നോമിനി, പിന്നെ ഏജ്, പിന്നെ ട്രാൻസ്ഫർ ഐ ഡി കൊടുത്തിട്ട് അപ്ഡേറ്റ് കൊടുത്താൽ നിങ്ങൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയി. പിന്നെ KYC പണ്ടെന്ന് ഇവിടെ KYC വെരിഫൈ ഉണ്ട്. KYC വെരിഫൈ മേൽ ക്ലിക്ക് പണിയാൽ മതി. ക്ലിക്ക് ചെയ്താൽ മതി. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ പാൻ കാർഡ് പിന്നെ അക്കൗണ്ട് നമ്പർ IFSC കോഡ് എന്നാൽ വിഡ്രോ സമയത്ത് IFSC കോഡ് ഇത് അക്കൗണ്ട് നമ്പർ വേണം. അത് വേണ്ടി ഒരു 5 രൂപ വേണം. 10 രൂപ മതി. പാൻ കാർഡ് വെരിഫിക്കേഷൻ പിന്നെ അക്കൗണ്ട് നമ്പർ വെരിഫിക്കേഷൻ 5 10 രൂപ കൊടുത്താൽ വെരിഫിക്കേഷൻ ആവും. ജസ്റ്റ് വെരിഫൈ ആയി. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക്
ഇവിടെ വന്നിട്ട് റീചാർജ് ഫെസിലിറ്റി ഉണ്ട്. റീചാർജ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീചാർജ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ ബാലൻസ് ഉണ്ട്. ഈ ബാലൻസ് ആഡ് ചെയ്യുക. ഇവിടെ ഒരു ഡെപ്പോസിറ്റ് ചെയ്യണം. ഇതിൽ 2% ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ ഓരോ ടി.വി റീചാർജ്, കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, ഇലക്ട്രിസിറ്റി ബിൽ കട്ടുമ്പോൾ 2% ഡിസ്കൗണ്ട് കിട്ടും. ഇതിൽ 2% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. നിങ്ങൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്താൽ മതി. അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ റീചാർജ് ചെയ്യുക. റീചാർജ് ഫെസിലിറ്റി ചെയ്യുക. ഇത് സിമ്പിൾ ഉണ്ട്. ഐഡി ആക്റ്റീവ് ചെയ്യാൻ ഇത് സിമ്പിൾ ഉണ്ട്. നിങ്ങളുടെ ടീം ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടാവും. എത്ര ടീം ആയിട്ടുണ്ട്, ലെഫ്റ്റ് എത്ര, റൈറ്റ് എത്ര ആയിട്ടുണ്ട് മനസ്സിലാവും. എവിടെ കുറവായോ നോക്കിയിട്ട് ലെഫ്റ്റിൽ PV കുറവ്, റൈറ്റ് PV ഇവിടെ ചെക്ക് ചെയ്താൽ മതി. മാച്ചിങ് ഇൻകം കയറുമ്പോൾ ഇവിടെ വരും. വിഡ്രോ പിന്നെ ഇവിടെ 9 കയറി ക്ലിക്ക് ചെയ്യുമ്പോൾ വിഡ്രോ വാലറ്റിൽ പോകുമ്പോൾ റെഗുലർ വിഡ്രോ ഡെയിലി വിഡ്രോ ചെയ്യുക. രാവിലെ 12 തൊട്ട് 12 മണി വരെ വിഡ്രോ ചെയ്യുക. വിഡ്രോ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസ്, കമ്പനിക്കാരെ എല്ലാ ഹിസ്റ്ററി ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. സിമ്പിളായിട്ട് റീചാർജ് ചെയ്യാം. വന്ന ഇൻകം എന്നാൽ നിങ്ങൾക്ക് ആക്റ്റീവ് വാലറ്റിൽ മാറ്റിയാൽ മതി. ഇവിടെ നിങ്ങൾ ഡെയിലി ബൈനറി ഇൻകം, ലെവൽ ഇൻകം എല്ലാം, റീപർച്ചേസ് ഇൻകം എല്ലാം വന്ന ഇൻകം എന്നാൽ ആക്റ്റീവ് വാലറ്റിൽ ഇവിടെ ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്താൽ ചേഞ്ച് ആവും. ഇവിടെ മെയിൻ വാലറ്റിൽ നിന്ന് നിങ്ങൾ ട്രാൻസ്ഫർ വാലറ്റിൽ വരും. ഇവിടെ ട്രാൻസ്ഫർ പാസ്വേഡ് കൊടുത്താൽ 4 നമ്പർ കൊടുത്താൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആയി മാറും. ഇവിടെ വന്നാൽ നിങ്ങൾ ID ആക്റ്റീവ് ചെയ്യുക. ഇവിടെ ഉണ്ടാൽ നിങ്ങളെ ID ആക്റ്റീവ് ചെയ്യുക. വേറെ ആൾക്ക് ID ആക്റ്റീവ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ട്രാൻസ്ഫർ പോയിട്ട് ഇവിടെ ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക. വേറെ ബാലൻസ് ഉണ്ടാവും. ഇവിടെ ID നമ്പർ അടിച്ചിട്ട് വേറെ എല്ലാ ആൾക്കാർക്കും ID അടിച്ച് കൊടുക്കുക. നിങ്ങൾ ഇവിടെ നമ്പർ അടിച്ചിട്ട് സബ്മിറ്റ് കൊടുത്താൽ ID ആക്റ്റീവ് ആവും. വേറെ ആൾക്ക് ID ആക്റ്റീവ് ചെയ്ത് കൊടുക്കുക. ഇത് സിമ്പിൾ. ജസ്റ്റ് ഇത് ട്രാൻസ്ഫർ വേറെ ആൾക്ക് നിങ്ങൾ ഫണ്ട് വേണം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഇത് ട്രാൻസ്ഫർ ബട്ടൺ. ഇത് നിങ്ങൾ വേറെ ആൾക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് കൊടുക്കുക. എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാ കാര്യം ഡീറ്റെയിൽസ് മനസ്സിലാവും. നിങ്ങൾ ഇൻകം കയറിയത്, ബൈനറി ഇൻകം കയറിയത്, ലെവൽ അപ്ഗ്രേഡ് ഇൻകം, എല്ലാ ടൈപ്പ് ഒരു 6-7 ടൈപ്പ് ഇൻകം ഉണ്ട്. എല്ലാ കയറിയത് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും. എല്ലാം ക്ലിയർ ഉണ്ടാവും. എല്ലാം നോക്കിയാൽ മതി. സിമ്പിൾ ആയിട്ടുണ്ട്. ഓക്കെനാ?